ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം കറകളഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതിൽ അദ്ദേഹത്തിന് കടുത്ത നിർബന്ധമുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹത്തിന് ജനാധിപത്യ സംവിധാനങ്ങളോട് വലിയ തോതിലുള്ള കൂറു നിലനിന്നിരുന്നു. ജനാധിപത്യം നിലനിന്നു പോകണമെന്ന അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ ഘട്ടം മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് ചെറിയ തോതിലുള്ള ഭീഷണിയല്ല എന്നത് നാം തിരിച്ചറിയണം. നമ്മുടേത്, കേരളത്തിൻ്റേത് ശക്തമായ ഒരു മതനിരപേക്ഷ സമൂഹമാണ്. മതനിരപേക്ഷതയുടെ വിളനിലമായിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് മതനിരപേക്ഷതയ്ക്ക് പലതരത്തിലുള്ള ആപത്തുകൾ വന്നു ഭവിക്കുന്നുവെന്നുള്ളതാണ്. ഇതിനിടയാക്കുന്നത് വർഗീയതയാണ്. വർഗീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത, വർഗീയതയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തെ അവർ നേരിടുന്ന പ്രശ്നങ്ങളടക്കം അവരുടെ മനസ്സിൽ വരാതിരിക്കാൻ അതിനു പകരം വർഗീയതയുടെ ഭാഗമായുള്ള ഇതര മതവിരോധം വലിയ തോതിൽ വളർത്തിയെടുക്കാൻ കഴിയുകയാണ്. തൻ്റെ അടുത്ത് ജീവിക്കുന്ന ആളുകളെ ശത്രുക്കളായി കാണുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് എവിടം വരെ എത്തുന്നു? നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ കടുത്ത അനുഭവങ്ങളുണ്ട്. ചില പ്രത്യേക മതവിഭാഗക്കാരുടെ വീടുകൾ മാർക്ക് ചെയ്തു വെക്കുന്നു. അത് എന്തിനാണെന്ന് ആ ഘട്ടത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജ്യം ഞെട്ടിപ്പോയ തരത്തിലുള്ള കലാപം, വർഗീയ കലാപം ഉണ്ടാകുന്നു. ആ വർഗീയ കലാപത്തിൽ തങ്ങൾക്ക് ആക്രമിക്കേണ്ടവരാര് എന്നതിൽ ഒരു സംശയത്തിനുമിടയില്ല. ഈ അടയാളം നോക്കി അവിടെ ആക്രമിച്ചാൽ മതി. വംശഹത്യയുടെ തരത്തിലേക്കടക്കം ഉയർന്ന വർഗീയ കലാപം, അതിനും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. ഇത്തരത്തിലുള്ള ആപൽക്കരമായ അന്തരീക്ഷം വർഗീയതയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ അതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു. രാജ്യത്ത് തലമുറകളായി ജീവിക്കുന്നവർക്ക് ഇവിടെ തുടർന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉടലെടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള അമർഷം, പ്രതിഷേധം എല്ലാം ഉയർന്നു വരുന്നു. രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ഇവിടെ തുറന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള സന്ദേഹം, അതിൻ്റെ ഭാഗമായുള്ള ആശങ്ക രൂപപ്പെടുന്ന അവസ്ഥ വന്നാൽ ആ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും? ഇത് കേവലം ഒരു ആശങ്കയാണെന്ന് പറയാൻ പറ്റുമോ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങാൻ നോക്കിയില്ലേ? അതിൻ്റെ ഭാഗമായുള്ള പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിയില്ലേ? നമ്മുടെ കേരളത്തിന് ആ ഘട്ടത്തിൽ സധൈര്യം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ഈ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള
ഒരു കാര്യവും ഇവിടെ നടപ്പാക്കപ്പെടില്ല എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനം അത്തരമൊരു നിലപാടെടുത്തത് മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം നിൽക്കുന്നതുകൊണ്ടാണ്. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ SIR-നെ പറ്റി നമ്മൾ കേട്ടല്ലോ. എന്തെല്ലാം കേൾക്കുകയാണ് നമ്മൾ. പൗരത്വ രജിസ്റ്ററിനെ പറ്റി കേൾക്കുന്നു, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെ പറ്റി നമ്മൾ കേൾക്കുന്നു. ഇവിടെ SIR-നെ പറ്റി അതിനുശേഷം കേൾക്കുന്നു. SIR-ന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന സ്ഥിതി വരുന്നു. SIR എന്തിനാണ് ധൃതിപ്പെട്ട് പലയിടത്തും നടപ്പാക്കിയത്? അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാൽ ആ നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് തിരിച്ച് വോട്ടവകാശം ലഭിക്കുമോ? സ്വാഭാവികമായും ആ വോട്ടർ പട്ടികയിലുള്ള അനേകം പേര്, അത് 1000-ഓ 10,000-ഓ അല്ല, ലക്ഷങ്ങൾ തന്നെ വോട്ടവകാശമില്ലാത്തവരായി മാറുന്നു. ഇതൊക്കെ ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമാണോ? അത്തരം കാര്യങ്ങൾ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കുന്ന ഒരു കാര്യവും നമ്മുടെ നാടിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക് അതിനോട് യോജിക്കാനാകില്ല. ഏതെല്ലാം പ്രശ്നങ്ങളിലാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നത് നോക്കണം. പലതരത്തിലുള്ള നീക്കങ്ങളാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ദേമാതരത്തെ പറ്റിയുള്ള ഒരു നിയമം പാസ്സാക്കുന്ന സ്ഥിതി വന്നു. വന്ദേമാതരം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായി അംഗീകരിക്കുക എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വന്ദേമാതരത്തെക്കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെ ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റേതായി അംഗീകരിക്കാനാകൂ എന്ന നിലപാടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സ്വീകരിച്ചത്. രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ആ കാര്യം അവിടെ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനിടയായത്? അത് മറ്റ് ചരണങ്ങൾ, അതിനുശേഷമുള്ള ചരണങ്ങൾ, അത് പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ മറ്റ് മതക്കാർ, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. ആ മതങ്ങളിൽപ്പെട്ടവരുടെ മേലെ ഒരു മതത്തിൻ്റെ പ്രത്യേക വീക്ഷണം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യ 2 ചരണങ്ങളിൽ പ്രശ്നമില്ല. അത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്, രാജ്യത്തെ പൊതുവായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 2 ചരണങ്ങൾ മാത്രമേ ചൊല്ലാവൂ എന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായാണ്. പക്ഷേ അത് മുഴുവൻ ചൊല്ലണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എത്തുന്നു. നാം കാണേണ്ട കാര്യം, നേരത്തെ ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറി ചിന്തിക്കുന്ന എന്തിൻ്റെ ഭാഗമായിട്ടാണ്? തീർത്തും വർഗീയ നിലപാടാണ്. ആ വർഗീയ നിലപാടിനോട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ശക്തികൾക്ക് യോജിക്കാനാവില്ല. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത്.